നിങ്ങൾ ജേർണലിംഗ് ചെയ്യാറുണ്ടോ? നമ്മുടെ ചിന്തകൾ, അനുഭവങ്ങൾ, ഐഡിയാസ് ഇതൊക്കെ ഒരു പേപ്പറിലേക്ക് എഴുതി വെക്കുന്ന പ്രോസസ്സാണ് ജേർണലിംഗ്. അതിന് പ്രത്യേകിച്ച് ഫോമാറ്റ് ഒന്നുമില്ല. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് എഴുതി വെക്കാം. ഈ ജേർണലിംഗ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണെന്ന് അറിയണ്ടേ? ഹായ്, ഐ എം സുജ ഉണ്ണികൃഷ്ണൻ, എ വോയിസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ട്രെയിനർ. ജേർണലിംഗ് ചെയ്യുന്ന ആളുകൾക്ക് അനുഭവം ഉണ്ടാവും. നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് എഴുതി വരുന്ന സമയത്ത് അപ്പോഴായിരിക്കും നമ്മൾ ആലോചിക്കുക, അയ്യോ ഇതൊക്കെ ഞാൻ മറന്നുപോയിരുന്നതാണല്ലോ. പക്ഷെ എഴുതുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ മൈൻഡിലേക്ക് വരും. ഇത് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നറിയോ? നമ്മുടെ ചിന്തകളെ ഓർഗനൈസ് ചെയ്യും. അതുമാത്രമല്ല, കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവും. നമ്മുടെ ചിന്തകൾക്ക് ക്ലാരിറ്റി ഉണ്ടായാൽ തന്നെ അത് നമ്മുടെ കമ്മ്യൂണിക്കേഷനിലും റിഫ്ലക്റ്റ് ചെയ്യും. ജേർണലിംഗ് നിങ്ങളുടെ ഹാബിറ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ആ ഹാബിറ്റ് തുടങ്ങി വെച്ചോളൂ. ഉറങ്ങുന്നതിന് മുമ്പ് ഇന്ന് നടന്നിട്ടുള്ള കാര്യങ്ങൾ, ഇന്നുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ, എക്സ്പീരിയൻസുകൾ, നിങ്ങളുടെ ലേണിംഗ് ഇതെല്ലാം ഓർഗനൈസ് ചെയ്ത് എഴുതി തുടങ്ങി നോക്കൂ. ഉറപ്പായിട്ടും വലിയ ചേഞ്ചസ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ മാത്രമല്ല, ഓവറോൾ പേഴ്സണാലിറ്റിയിൽ തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടാവും. ആൻഡ് ഒരു കാര്യം കൂടി എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, ടൈപ്പ് ചെയ്യുന്നതിന് പകരം ബുക്കും പേനയും എടുത്ത് എഴുതി തുടങ്ങുകയാണെങ്കിൽ അത് കുറച്ചുകൂടി എഫക്റ്റീവ് ആകും. കാരണം ബ്രെയിൻ കുറച്ചും കൂടി ഓപ്പൺ ആവുന്നത് നമ്മൾ എഴുതുമ്പോൾ, ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോഴാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് അത് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ ജേർണലിംഗ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ജേർണലിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ജേർണലിംഗ് എന്ന് ടൈപ്പ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ കൂടുതൽ കാര്യങ്ങൾ DM ചെയ്യാം.